the ministry of presence. Galatians 6:2. Bear one another's burdens and so fulfill the law of Christ. To truly be there for the people we love is less about grand gestures and more about faithful presence. യഥാർത്ഥ സ്നേഹം പ്രകടനമാകുന്നത് നമ്മുടെ സാന്നിധ്യം കൊണ്ടാണ്. Often we feel pressure to fix, advise, or rescue, but love's deepest expression is to show up and stay. നമ്മുടെ സ്നേഹിതരുടെയും ബന്ധുമിത്രാദികളുടെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മളെല്ലാവരും അവരുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് ചില ഉപദേശങ്ങൾ നൽകി അവരെ രക്ഷിക്കണം എന്നുള്ള തോന്നൽ നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും ആഴമായ പ്രകടനം എന്ന് പറയുന്നത് സാന്നിധ്യമാണ്, അവരോടൊപ്പം ആയിരിക്കുക മാത്രമാണ്. Jesus modeled this in profound simplicity. He wept with Mary and Martha before raising Lazarus. നമ്മുടെ കർത്താവ് ബെഥനിയിൽ മറിയത്തിൻ്റെയും മാർത്തയുടെയും ഭവനത്തിൽ ചെന്ന് ലാസറസിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് അവരോടൊപ്പം കണ്ണുനീർ വാർത്തു. His presence said, I see you, I am with you, you are not alone. തൻ്റെ സാന്നിധ്യം കൊണ്ട് മറിയത്തെയും മാർത്തയും ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ആശ്വാസം. Practical love is quiet but powerful. യഥാർത്ഥ സ്നേഹം ശബ്ദഘോഷങ്ങൾ ഉണ്ടാക്കുന്നില്ല, നിശബ്ദതയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നു. It looks like listening fully without rushing to speak, praying faithfully when we feel helpless, serving quietly in ways that lighten others' load, staying consistent long after the crisis passes. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുക. നമുക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് തോന്നുമ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരുടെ ഭാരം കുറയ്ക്കുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ, പ്രതിസന്ധികൾ മാറിയിട്ടും മറ്റുള്ളവരുടെ കൂടെ സാന്നിധ്യമായി നിലനിൽക്കുവാൻ. Being there is incarnational love. It reflects how Christ entered our world and abides with us still. ഈ യഥാർത്ഥ സ്നേഹമാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. When we show up in small, faithful ways, we mirror the heart of God who promised, I will never leave you nor forsake you. ചെറിയ തോതിൽ വിശ്വാസത്തോടെ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മുടെ സാന്നിധ്യം സ്നേഹമായി പ്രകടിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് നാം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. കാരണം ദൈവം ലോകത്തിന് വാഗ്ദാനം ചെയ്തു, ഞാൻ നിങ്ങളെ വെറുതെ വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത്. Today, ask ourselves, who needs my faithful presence more than my perfect answers? എൻ്റെ ഉപദേശങ്ങളെക്കാട്ടിലും ഉത്തരങ്ങളെക്കാട്ടിലും കൂടുതൽ എൻ്റെ സാന്നിധ്യം ആവശ്യമുള്ളത് ആരുണ്ട് ഇന്ന്? Send the text message, offer the hug, share the silence, pray the prayer. അവർക്ക് നമുക്കൊരു സന്ദേശം അയക്കാം, അവരെ ആശ്ലേഷിക്കാം, അവരോടൊപ്പം നിശബ്ദതയിൽ ഇരിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Love that stays is the love that heals. പ്രതിസന്ധികളിലും സാന്നിധ്യമായിരിക്കുന്ന സ്നേഹമാണ് സൗഖ്യമാക്കുന്ന സ്നേഹം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.